17-ാം തീയതി ഉദ്ഘാടനം. വന്നേക്കണം കേട്ടോ. എനിക്കിന്ന് എക്സാമാ. ഇത് കഴിഞ്ഞിട്ട് എക്സാമിന് പോയാ പോരെ? നീ അങ്ങോട്ട് ചെന്ന് അവളോട് പറയടാ. ഇവിടെ നിന്നോണ്ട് കുറുക്കം കൂവണ പോലെ കൂവാതെ ചെല്ലങ്ങോട്ട്. ഇപ്പോഴത്തെ പിള്ളേര് നീട്ടി വർത്താനം പറഞ്ഞ് കാർഡും അടിച്ച് ചുമ്മാ നടക്കാനല്ലാതെ. ഓ, ഇങ്ങനുണ്ട്. കുഴപ്പമില്ല. പക്ഷേ എന്തോന്നാ ഈ ഷോപ്പി? ആ അതാ കളി. ബുദ്ധി ഉണ്ടെങ്കി പറ. അതിലൊരു ടെക്നിക്ക് ഉണ്ട്, ഒരു ട്രിക്ക്. പറ. ആഹാ, എന്താ അത്? പിടിയിട്ടില്ല? ബുദ്ധിയില്ലല്ലോ. ഷോപ്പി എന്ന് പറഞ്ഞാൽ ഷോപ്പ് അറ്റ് പി, ഷോപ്പ് അറ്റ് പ്രദീപ്. ഇപ്പൊ മനസ്സിലായോ? എന്താ ബുദ്ധി, എന്താ ഇമാജിനേഷൻ? നോബൽ പ്രൈസ് ആരൊന്നും കാണണ്ട. കണ്ടോ കുഴപ്പമാ. ഊരാതെ. സത്യത്തിൽ ഞാൻ വാരിയല്ലേ. അതെന്തോ ആവട്ടെ. അപ്പൊ എങ്ങനെയാ 17-ാം തീയതി? നീ വരില്ലേ? നന്നായി. പരീക്ഷയുടെ ചൂടിലോ? ഞാനങ്ങ് വരില്ല. ഇത് കൂടിയ 1 മണിക്കൂർ. ഇവിടുന്ന് എല്ലാരും വരുന്നുണ്ട്. ആ പിന്നെന്ത് വേണം? എന്നാലും അതാണോ? ആ പ്രദീപ് എപ്പോ വന്നു? ഇപ്പോ കുറച്ചു നേരമായി. ഞാൻ വന്നത് എന്റെ ഒരു പുതിയ മാർക്കറ്റിംഗ് കോംപ്ലക്സ്. അറിഞ്ഞു. 17 തുറക്കുന്നു അല്ലേ? അതെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അല്ല, നീ ഇതെന്താ കുട്ടി ഭാവം? ഒന്നും പഠിക്കണ്ടേ? പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞാ മതി. അതിനിവിടെ പഠിക്കാൻ സമ്മതിക്കണ്ടേ? ആരാ സമ്മതിക്കാത്തെ? എല്ലാരും. ഓ പിന്നെ എല്ലാരും വേണോന്ന് വിചാരിച്ചാ ആരും ഉപദ്രവിക്കാൻ വരില്ല. അതെ. അപ്പൊ അപ്പച്ചി 17-ാം തീയതി? 17-ാം തീയതിയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. പ്രദീപിന് ഈ കോളേജിൽ പോയിട്ടില്ലാത്തോണ്ട് സ്റ്റഡി ലീവെന്നോ ആനുവൽ എക്സാം എന്നോ ഒക്കെ പറഞ്ഞ അതിന്റെ ഗൗരവം പിടികിട്ടില്ല. അതൊക്കെ എനിക്കറിയാം. എങ്കിൽ പിന്നെ എങ്ങനെയാ ഈ നേരത്തുള്ള ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നുന്നത്? ആരെ ഡിസ്റ്റർബ് ചെയ്തു? അത് ഓർത്താ മതി. ഓ, ഹലോ അങ്കിൾ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് തിരക്കേടില്ലെന്ന് തോന്നുന്നു. ഏയ്, ഇത് കൊള്ളൂല. വെറും തട്ടിപ്പാ. നമ്മുടെ ബുക്കുള്ള ലക്ഷണമൊന്നുമില്ല. നിങ്ങൾ തിരക്കുന്നത് ഇവിടെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഗൈഡ് നോക്കാൻ വന്നതാണ്. കണ്ടോ, പച്ച കള്ളം. ഗൈഡ് വാങ്ങാൻ പഠിക്കുന്നുണ്ടോ? എവിടെയാ പഠിക്കുന്നേ? ഞാന് പിന്നെ പോസ്റ്റൽ ട്യൂഷൻ. ഇതല്ലേ നോക്കിയത്? അതെ. ഇതെങ്ങനെ കിട്ടി? കിട്ടി. 3 ദിവസമാവുന്നു കണ്ടിട്ട്. എന്നെ പ്രതീക്ഷിച്ചോ? ആ, ഞാൻ വരാം. ഇന്ന് വരാം. അത് പറയാൻ കൂടിയാ ഇപ്പൊ ഇവിടെ. സാധാരണ ഞങ്ങളിങ്ങനെ മുൻകൂട്ടി വന്ന് പറയാറൊന്നുമില്ല. പിന്നെ തോന്നുമ്പോ അങ്ങ് വരിക എന്നുള്ളതാ. എന്നിട്ട് തോന്നുമ്പോ പോവുകയും. അങ്ങനെയാ, അങ്ങനെ വേണമെന്നാ പ്രമാണം. പക്ഷേ ഭാമയുടെ അടുത്താവുമ്പോ എല്ലാം തെറ്റുന്നു. നമ്മൾ നോക്കിയ ബുക്ക് കിട്ടി. എനിക്കും. ആഹാ, ഇത് തന്നെയാണല്ലോ.
വേറൊരു ഗൈഡ് കിട്ടിയിട്ടുണ്ട്. ഇത് മതിയോ? വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങൾ നോക്കി തന്നെ കിട്ടി. 2 കോപ്പിയോ? അതിനിവിടെ ആകെ ഒറ്റ കോപ്പി ഉണ്ടായിരുന്നുള്ളല്ലോ. ഇതെന്റെ അമ്മയുടെ ചെറിയമ്മയുടെ വകയാ, ദേവിമുത്തിയുടെ. അതിസുന്ദരിയായിരുന്നു എന്നാ കേട്ടിരിക്കണേ. സുന്ദരിമുത്തി എന്നാ ഞങ്ങള് കുട്ടികൾ അവരെ വിളിച്ചിരുന്നത്. അങ്ങനെ വിളിച്ചോളുന്ന 80-ാം വയസ്സിൽ മൂപ്പത്തിരി ഓർഡർ. ഇതാ ഇപ്പൊ എന്താ ചന്തോന്ന് നോക്കിയേ. നിന്റെ ഈ മിടി ഇടുന്നതിന് ചേരില്ല. ഇതിന് വേണ്ടത് നല്ല 1.5 മുണ്ട്, നല്ല കിമ്പിളി കസുകാരിയുള്ള മുണ്ട്. ഇതെല്ലാം നിനക്കുള്ളതാ. മുത്തശ്ശി പറയുന്ന പോലെ കേട്ടും അനുസരിച്ചും നടന്നാൽ 10 റാത്തിൽ സ്വർണം മുത്തശ്ശി നിന്റെ ശരീരത്തിലിടും. അനുസരിച്ചില്ലല്ലോ. ഇല്ലെങ്കിൽ എല്ലാം കൂടി എടുത്തോണ്ട് പോയി ഗുരുവായൂർ അമ്പലത്തിലെ ഭണ്ഡാരപ്പെട്ടിയിലിടും. നിന്റെ അച്ഛൻ ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ. 4 കൈ കൊണ്ട് കൈക്കൂലി വാങ്ങിച്ച ഇന്നിപ്പൊ ഇതുപോലെ ഒരെണ്ണം തീർപ്പിക്കാൻ പറ്റില്ല. ഹാ, എന്താ ചന്തം. ഇതേ ഇങ്ങനെ വയറിന്റെ മീതെ ഇടുള്ളതല്ല. ഇങ്ങനെ. ഇന്നൊരു ദിവസത്തേക്ക് ഞാനിത് കെട്ടിക്കൂട്ടെ മുത്തശ്ശി. കാലത്ത് തിരിച്ചു തരാം. മോള് കെട്ടിക്കോ, തിരിച്ചു തരാനൊന്നും നിക്കണ്ട. മോളെടുത്തോ. താങ്ക് യു. നിന്റെ അച്ഛൻ അറിയരുത്, അത് മാത്രമേ എനിക്ക് പേടിയുള്ളൂ. എന്താ അച്ഛൻ അറിഞ്ഞ? എടി, എന്റെ കയ്യിൽ ഇത്രയും സ്വർണ്ണം ഉണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങേരത് ഉടനെ ചെലവായിക്കാനുള്ള മാർഗം ആലോചിച്ചു തുടങ്ങും. നിനക്കറിയില്ല നിന്റെ അച്ഛനെ, ആള് മഹാശിമുട്ട. ഇത് നീയിട്ടും സ്ഥിരായിട്ടിട്ടും ഇതും നീയിട്ടും ഇതും ഒന്നും നിന്റെ അച്ഛൻ കാണാൻ പാടില്ല. ഇന്ന് ഒരു രാത്രിയിലേക്ക്. അതിനിപ്പോ നീ എന്തിനാ എന്നോട് ചോദിക്കണേ? മോള് ചന്തക്കാരി ഏറ്റിട്ട് കിടന്നു. നല്ല മുത്തശ്ശി.